ഗെയിം കളിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന പുതിയൊരു ആപ്ലിക്കേഷനെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിലവിൽ ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ തന്നെ നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കൂടുതൽ റിവ്യൂസും കൂടുതൽ ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങളിവിടെ കാണാൻ കഴിയും സൈനിങ് ഗൂഗിൾ അക്കൗണ്ട്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സൈനിങ് ചെയ്യുക, ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷനാണ് ഡയറക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താ പറ്റും, ഗെയിം കളിച്ചിട്ടാണ് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഗെയിം എന്ന് പറയുകയാണെങ്കിൽ അവർ താഴെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്താൽ മതി, നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നിലവിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് അമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നിടത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കളിക്കാൻ. ഈ ഗെയിം കളിക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്, അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം നമ്മൾ സുഡോക്ക് കളിക്കല്ലേ, അതുപോലെയുള്ളൊരു ഗെയിമാണിത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് കാണാൻ കഴിയും. ഈ ഒരു കള്ളികൾ നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ ഒരേ ബോക്സിലായിട്ട് എന്താ പറയുക, ഈ ഒരു കളേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ഒരു ചെറിയൊരു ബോക്സിലായിട്ട് അവർ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കൊടുക്കണം എന്ന്. അവർ മുകളിലും താഴെയായിട്ട് അങ്ങനെ അവർ ചെറിയൊരു ഡോട്ട് ഇട്ട് കാണിച്ചു തരും നമുക്ക്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്താ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോകാൻ കഴിയും. ഓക്കെ, അവർ കറക്റ്റായിട്ട് കാണിച്ചു തരും എവിടേക്കാണ് അത് നമുക്ക് വെക്കാൻ പറ്റുക എന്ന്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരേ കള്ളിയിൽ വരാൻ പാടില്ല, അതാണ് ഇതിലുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ വെച്ചത് കറക്റ്റായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെക്കാൻ നോക്കിയാൽ അത് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റ് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഗ്രീനുണ്ട് റെഡും ഒക്കെ ഒരു കള്ളിയിൽ വന്നതുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് വെക്കാൻ കഴിയേണ്ടതല്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഫില്ല് ചെയ്യുക, കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ. അപ്പോൾ അവർ കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ എവിടെയൊക്കെ ഏതൊക്കെയാണ് വെക്കേണ്ടതെന്ന്. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, ഞാൻ ആദ്യം സുഡോക്ക് പോലെയാണ് കരുതി. സോ അതുപോലെയല്ല ഈ ഗെയിം വരുന്നത്. ഫസ്റ്റ് ഇത് ഇൻസ്ട്രക്ഷൻ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താകും, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ വായിക്കാൻ കഴിയും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ അവിടെ വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ലെവൽ 1 ഇപ്പോൾ ഞാനുള്ളത്. ഓക്കെ, ലെവൽ 1 ഇപ്പോൾ ഞാനുള്ളത്. അത് നിങ്ങൾക്ക് കാണാം, ഈ ലെവൽ 1 എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം എടുത്ത് വെച്ചത് നമുക്ക് പിന്നെ മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തത് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ താഴത്ത് ഇങ്ങനെ ഡോട്ട് ഇട്ട് അവർ കാണിക്കുന്നുണ്ട്, ഒരു സൈഡിലായിട്ടാണ് ആ ഡോട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ഗെയിം മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മുകളിൽ നിങ്ങൾക്ക് ചെറിയൊരു ചിഹ്നം കാണാം, ഈ 0 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അതാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാനത് ഈ ഒരു ഗെയിമിൽ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഒരേ കളറിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ സ്ഥലത്ത് വെക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഓരോ ലെവൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതായത് നിങ്ങൾ ഓരോ ബബിൾസ് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഒരേ കളറിലുള്ളത് ഒരു 5-6 വരുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറ്റും, കോയിൻസ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ കൂടുതൽ കോയിൻസ് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ ബബിൾസ് നിങ്ങൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി വിഡ്രോവലിൻ്റെ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മുകളിലുള്ള ചിഹ്നം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റും, ഈ ഒരു വാലറ്റിലേക്കാണ് എത്താൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോളന വാലറ്റ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, സോളന വാലറ്റ് USDT വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് 21 മിനിറ്റ്സ്
ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും ഈ കോയിൻസിനെ. അങ്ങനെയാണ് നമുക്ക് ഇതിൽ വിഡ്രോ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ കൺവേർട്ടിനോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കോയിൻസിൻ്റെ ഒരു ഓപ്ഷൻസ് നമുക്ക് എത്ര കോയിൻസ് ഉണ്ട് കാണാം. ഇപ്പം ഞാൻ അധികമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കോയിൻസ് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺവേർട്ട് എന്ന ഓപ്ഷൻ കാണാം. 21 മിനിറ്റിനുള്ളിൽ കൺവേർട്ട് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം മിനിമം വിഡ്രോവൽ വരുന്നത് $10 നമുക്ക് വിഡ്രോവൽ വരും. ഓക്കെ, അപ്പോൾ സ്പീഡ് ടു വിഡ്രോവലാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമുക്ക് വരുന്നത് 10 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് കയറുന്നതായിരിക്കും USDT വഴി വിഡ്രോ ചെയ്യുന്ന സമയത്ത്. പിന്നെ പേപ്പാലിൻ്റെ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. സോ ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും ഇവർ വലിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഒരു ചാർജ് ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് വിഡ്രോവലും കാര്യങ്ങളും തരുന്നുണ്ട്. നമ്മൾ എത്രയാണ് ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. എന്തായാലും നിങ്ങൾക്ക് റെഫർ ചെയ്തും ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ സൈഡിലുള്ള 3 ആരോ നിങ്ങൾ കാണുകയും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടും, ഈ റെഫറിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണോ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവരുടെ ഇൻസ്റ്റ ID, ടെലഗ്രാം ID, വെബ്സൈറ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ റെഫറൽ കോഡ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. സോ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1000 കോയിൻസാണ് അവർ തരുന്നത് ഒരു ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് 2-3 തവണ ഗെയിം കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1000 കോയിൻസ് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം റെഫർ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം നല്ല രീതിയിൽ കോയിൻസ് കിട്ടുന്നുണ്ട്. അവരവിടെ ഏൺ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. അപ്പോൾ സിമ്പിളാണ്, ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, കിടിലനായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.